ടാറ്റ നെക്സോണിന്റെ മാനുവൽ വാഹനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് പരിചയപ്പെടുത്തുള്ളത്. അതിന് മുമ്പ് വേറെ കാര്യം ശ്രദ്ധിക്കാണ്ട്, ടാറ്റയുടെ വാഹനങ്ങളുടെ നെക്സോണിന്റെ എസ്പെഷ്യലി നെക്സോണിന്റെ ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്, ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിക്കി ഡോറിന്റെ സ്വിച്ച് കിടക്കുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ബൂട്ട് ഡോർ ഓപ്പൺ ആവുള്ളൂ. സാധാരണഗതിയിൽ വാഹനങ്ങളുടെ ഒന്നുകിൽ ഫ്ലോറിലോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമുക്ക് സാധാരണ ഈ സ്വിച്ച് കാണാറ്. പക്ഷേ നെക്സോൺ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബൂട്ടിന്റെ ഡോറിന്റെ സ്വിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ്. അതോടൊപ്പം തന്നെ ഫോഗ് ലാംപ്സ് ഒക്കെ വരുന്ന വാഹനങ്ങളുടെ ടാറ്റ ടിയാഗോ അതേപോലെ തന്നെ വാഹനങ്ങൾ ടാറ്റയുടെ വാഹനങ്ങളുടെ ഫോഗ് ലാമ്പിന്റെ സ്വിച്ചും ഈ ഒരു പാറ്റേണിലാണ്, ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവാറ് സാധാരണ രീതിയിൽ. ഈ ഒരു വാഹനത്തിൽ ഫോഗ് ലാമ്പ് വരാത്തൊരു വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് സ്വിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് നെക്സോണിന്റെ വിശേഷങ്ങളാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. എക്സം എന്ന പേരിൽ നിൽക്കുന്ന വാഹനമാണ്. എക്സം എന്ന പേരിൽ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, റുഷ്ദമോൾ എന്ന പാട്ടൊക്കെ പാടി കേട്ട് പോകാൻ പറ്റിയുള്ള ഒരു സ്റ്റീരിയോ ഒക്കെ അതിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. AMT ഗിയർ ബോക്സ് എന്ന വാഹനമാണ്. സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ് എന്നുള്ള 3 മോഡിലായിട്ടാണ് ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നത്. AMT അതുകൊണ്ട് ചെറിയൊരു ലാഗിങ് ഫീൽ ചെയ്യുമെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഗിയർ ബോക്സാണ്. വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗിയർ ബോക്സാണ് AMT ഗിയർ ബോക്സ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. 2019 ആയതുകൊണ്ട് നമുക്ക് ആ ന്യൂ ഷേപ്പിൻ്റെ തൊട്ട് ബാക്കിൽ ഏറ്റവും ഫസ്റ്റ് ഷേപ്പിൽ വന്ന വാഹനമാണിത്. ഇതിൽ 47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ഒരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല, പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു വാഹനം കൂടിയാണിത്. എവിടെയും ഏത് ഭാഗങ്ങൾ ചെക്ക് ചെയ്തിട്ടും പെയിൻറ്റിംഗ് വർക്കോ കാര്യങ്ങളൊന്നും കയറി ചെയ്തിട്ട് കാണുന്നില്ല. നോർമൽ പെയിൻറ്റിംഗ് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് പോയിട്ടുള്ളത്. നോർമൽ ഫീച്ചേഴ്സിൽ നിൽക്കുന്ന AMT ഗിയർ ബോക്സിൽ നിന്ന് ഈ 2019 മോഡൽ നിൽക്കുന്ന ടാറ്റ നെക്സോൺ സ്വന്തമാക്കാം 5,80,000 രൂപയ്ക്ക്. 5,80,000 സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനം. കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടാറ്റ നെക്സോൺ എന്ന വാഹനം റുഷ്ദമോൾ എന്ന പാട്ടൊക്കെ കേട്ടിട്ട് ആസ്വദിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയുള്ള ഒരു വാഹനം കൂടിയാണിത്. മറ്റൊരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം കിടക്കുന്നു. 2013 മോഡൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം എന്ന പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KL18 വടകര രജിസ്ട്രേഷൻ എന്ന വാഹനം. 1 lakh കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണിത്. ടൈറ്റാനിയം എന്നുള്ള പേരിൻ്റെ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ റീപെയിൻറ്റ് വർക്കുകൾ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ബോണ്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബോണ്ടിൻ്റെ പെയിൻറ്റിംഗ് വർക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ പരിക്കോ കാര്യങ്ങളൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റീപ്ലേസ്മെൻറ്റോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈറ്റാനിയം എന്നുള്ള പേരിൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിൽ ഒരു 20 to 22 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം ഇത്. ടൈറ്റാനിയം എന്നുള്ള പേരിൽ അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്. റൂഫ് റെയിലൊക്കെ അതിനകത്ത് കമ്പനി ഒരു അഡീഷണൽ റൂഫ് റെയിലൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നത്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നത്, ഓട്ടോ ക്ലൈമറ്റ് AC, സെൻട്രൽ ലോക്കിംഗ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു ബൂട്ടിനകത്ത് നമുക്ക് ഡോറിനകത്ത് സ്റ്റെപ്പൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു വാഹനം. നല്ലൊരു സീറ്റ് കവറൊക്കെ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനമാണ് ഫോർഡ് എക്കോസ്പോർട്ട് എന്ന വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 3,50,000 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 വാഹനങ്ങളും സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം, ഒരു മാനുവൽ ഡീസൽ ഗിയർ ബോക്സ് ഇരുന്ന വാഹനം. 2 വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലത്തെ ഒരുപാട് SUV സെഗ്മെൻറ്റ് വാഹനം, മാനുവൽ അതേപോലെ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് ഇരുന്ന വാഹനം ഡെയിലി വൈസ് നിങ്ങൾക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി വൈസ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.